നമസ്കാരം, ഞാൻ ജയൻ തോമസ്. റേഡിയോ എഴുതി നമുക്ക് വളരെ പ്രസിദ്ധനായ ഒരു അതിഥിയെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മലയാളികൾ ഏറെ ആദരവോടെ നെഞ്ചേറ്റുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഡോക്ടർ സി രാവുണ്ണിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറിയാണ്, പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്, വാഗ്മിയാണ്, ആക്ടിവിസ്റ്റാണ്, ഗാനരചയിതാവാണ്. ഇങ്ങനെ ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തെ ഇന്ന് നെയ്തലിനോടൊപ്പം കിട്ടിയതിൽ വലിയ സന്തോഷം. പക്ഷെ നമസ്കാരം. 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 നമുക്ക് കവിതയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. കവിതയുണ്ടെമ്പാടും ശിലയിൽ ശില്പം പോലെ, നമ്മിലെ സ്നേഹം പോലെ, ദീപത്തിൽ ദീപ്തി പോലെ എന്ന് കവിതയെ കുറിച്ച് മാഷ് കവിത എഴുതിയിട്ടുണ്ട്. മാഷ് കവിതയെ കുറിച്ച് ഒരിക്കൽ പറയുകയുണ്ടായി, പാതകങ്ങൾ മഴ പോലെ പെയ്യുന്ന ഒരു കാലത്ത് നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് കവിത എന്ന് പറയുന്നത്. അപ്പൊ മാഷ് കവിത എന്ന മീഡിയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നെയ്തലിന്റെ കേൾവിക്കാരോടൊന്ന് പങ്കുവയ്ക്കണം. ആദ്യമേ നെയ്തലിനും പ്രേക്ഷകർക്കും എൻ്റെ വന്ദനം, അഭിവാദനം. വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്, എളുപ്പത്തിൽ പറഞ്ഞ് തീർക്കുന്നൊന്നുമല്ല. വളരെ പാരമ്പര്യമുള്ള ഒരു സാഹിത്യ മാധ്യമമാണ് കവിത. മിക്കവാറും ഏറ്റവും പാരമ്പര്യമുള്ള, ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും പ്രാചീനമായ, ഒരുപാട് കൈത്തിരക്കുകളിലൂടെ സഞ്ചരിച്ച് വന്ന് പലതരത്തിൽ പരിണമിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹിത്യ മാധ്യമമാണ് കവിത എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ലിഖിത ഭാഷയുടെ ഏറ്റവും പഴയ രൂപം കവിതയാണ്. കഥ എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടപ്പുറം ആണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. മറ്റ് സാഹിത്യ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ട് ഇത്ര കാലമേ ആയിട്ടുള്ളൂ. ഒരു നൂറ്റാണ്ടിൻ്റെ തൊട്ടപ്പുറം അനേക നൂറ്റാണ്ടുകളുടെ മഹാപാരമ്പര്യമുള്ള ഒരു വലിയ സാഹിത്യ പ്രസ്ഥാനമാണ് കവിത എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഭാശാലികൾ വിഹരിച്ച ഒരു മാധ്യമമാണ്. ഈ ഒരു വലിപ്പം കവിതയ്ക്കുണ്ട്. കവിതയ്ക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, വിശദീകരണങ്ങളുണ്ട്, നിർവചനങ്ങളുണ്ട്. കവിത പലതുമാണ്. കവിതയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നിർവചനം വന്നിട്ടുള്ളത്. എന്താണ് എന്ന് പറഞ്ഞാലും അതെല്ലാം ബാധകമാവുന്ന വിധത്തിൽ കവിത ബഹുരൂപിയായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ആദികാവ്യ രാമായണമാണ് നമ്മൾ പറയും. അത് അങ്ങനെ തന്നെയാണോ അതൊന്നും പറയാൻ വയ്യ. എന്തായാലും ആ കാലം മുതലാണ് ഇന്ന് നമ്മൾ കവിത എന്ന് സാമാന്യനെ വിളിക്കുന്ന ഒരു മാധ്യമം നമ്മുടെ മുമ്പിൽ വരുന്നത്. പക്ഷെ ഇതിന് സമാന്തരമായി തന്നെ അക്ഷരം നിഷേധിക്കപ്പെട്ട ജനങ്ങളുടെ ഒരു കാവ്യോത്പാദന രീതിയുണ്ട്. അതിന് നാടൻപാട്ടുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആരെഴുതി, എങ്ങനെ എഴുതി, എന്നെഴുതി എന്നൊന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ ആരോ എഴുതി ആരൊക്കെയോ പാടിപ്പാടി കൈമാറിപ്പോകുന്ന ലിപികളില്ലാത്തൊരു കവിതയുടെ പ്രവാഹം നമുക്കുണ്ട്. ലിഖിതമായ കവിതയുടെ പാരമ്പര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ ഏത് വ്യാഖ്യാനം വന്നാലും അതിന് ചേരും, ഏത് വ്യാഖ്യാനം ഇണങ്ങാതെ നിൽക്കും എന്ന് പറയാവുന്ന വിധത്തിൽ ബഹുരൂപിയാണ് കവിത എന്ന് സാമാന്യമായിട്ട് പറയാം. തീ പിടിച്ച കാലുകളിലൂടെ ഓടുകയാണ് ഒരു മൃഗം, മൃഗത്തിന് തീയോട് പക, തീക്ക് കാറ്റിനോട് പക എന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി അയ്യപ്പൻ പാടിയിട്ടുണ്ട്. കാലത്തിന്റെ ഒരു വല്ലാത്ത ഓട്ടത്തെ കുറിച്ചിട്ടാണ് കവി സൂചിപ്പിക്കുന്നത്. നമ്മുടെ കാലത്തെ കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് വല്ലാത്ത കെട്ട കാലമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതല്ല, അത് ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇതിനേക്കാളൊക്കെ ഇരുണ്ട കാലം നീന്തി കടന്നു വന്നവരാണ് നമ്മൾ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഈ ജീവിക്കുന്ന കാലത്തെ മാഷ് എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന കാലം എന്നുള്ളത് പല കാലങ്ങൾ ചേർന്നതാണ്. ഒരൊറ്റ കാലത്തല്ല ലോകത്തിലെ മുഴുവൻ മനുഷ്യർ ജീവിക്കുന്നത്. ആഫ്രിക്കയിലെ മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകത്തല്ല ഗാസയിലെ കുട്ടികൾ ജീവിക്കുന്നത്. അമേരിക്കയിലെ കുട്ടികൾ ജീവിക്കുന്ന പോലെ അല്ല പാകിസ്ഥാനിൽ
അഫ്ഗാൻ ജീവിക്കുന്നത്. അവിടുത്തെ മനുഷ്യർ ജീവിക്കുന്ന പോലെയല്ല നമ്മൾ ജീവിക്കുന്നത്. ഓരോ നാടും ഓരോ തരത്തിലാണ് ജീവിക്കുന്നത്. ഓരോ നാട്ടിലുമുള്ള അനേകം മനുഷ്യർ, ഇന്ത്യയിൽ തന്നെ കാശ്മീരിലുള്ളവർ, മണിപ്പൂരിൽ ഉള്ളവർ, ലക്ഷദ്വീപിലുള്ളവർ, കേരളത്തിലുള്ളവർ, ബംഗാളിലുള്ളവർ പല പല കാലങ്ങളിൽ ജീവിക്കുന്നു, പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഈ കാലത്തിനാകെ ഒറ്റ വരിയിൽ ഒരു വ്യാഖ്യാനത്തെ നമുക്ക് വിശദീകരിക്കാനാവില്ല. ഞാൻ കവിത ബഹുരൂപിയാണ് എന്ന് പറയുന്ന പോലെ കാലവും അങ്ങനെയാണ്, നമുക്കത് പിടിതരില്ല. ഇതാണല്ലോ മനുഷ്യ സമൂഹം പിന്നിട്ടതിൽ വെച്ച് ഏറ്റവും കെട്ട കാലം ഇതാണ് എന്ന് പറയാനാവില്ല. അടിമത്തം നിലവിലുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. മനുഷ്യന് യാതൊരു വിലയുമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വഴി നടക്കാൻ അവകാശമില്ലാത്തവർക്ക്, മേൽവസ്ത്രം അണിയാൻ സ്ത്രീകൾക്ക് അവകാശമില്ലാത്തൊരു കാലം, കമ്മലണിയാൻ പറ്റാത്തൊരു കാലം, അവരെല്ലാം കൊല്ലുകയും അംഗവിച്ഛേദം നടത്തുകയും ചെയ്യുന്ന ഒരു കാലം. അത് വളരെ വിദൂര കാലത്തല്ല, കേരളത്തിൽ ഇന്നും പിന്നോട്ട് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ദൂരമുണ്ട്. അതിനേക്കാളൊക്കെ നമ്മൾ വളരെയധികം മുന്നേറി പൗരാവകാശങ്ങൾ വന്നു. മനുഷ്യരായി പിറന്നവർക്കൊക്കെ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതൊരു വലിയ, അത് ഒട്ടേറെ സമരങ്ങളുടെ, ഒട്ടേറെ യുദ്ധങ്ങളുടെ ഒക്കെ ബാക്കിയായി മനുഷ്യ സമൂഹം നേടിയെടുത്ത നേട്ടമാണ്. എന്നാലും ഇന്നത്തെ കാലം, നാം ഈ കാലത്താണ് ജീവിക്കുന്നത്. ഇന്നത്തെ കാലം, ഇന്നത്തെ കാലം, കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാലം, കഴിഞ്ഞ സഹസ്രാബ്ദത്തിലെ കാലം നമുക്കത് ഒരു കേട്ടറിവാണ്. അതായത് നമ്മൾ സങ്കല്പിക്കുന്നതാണ്. നമ്മൾ കാണുകയും കേൾക്കുകയും തൊടുകയും ചെയ്യുന്നത് ഇന്നത്തെ കാലമാണ്. ആ കാലത്തിന്റെ വേദന സഹിക്കാനാവാതെയാണ് നമ്മൾ പറയുന്നത് കെട്ട കാലമാണ് ഇതെന്ന്. പറഞ്ഞതിൽ നമ്മുടെ ഒരു അനുഭവ സത്യമുണ്ട്. നമ്മൾ നോക്കുക, ഗാസയിലെ കാര്യം ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗാസയിലെ വാർത്തകളൊക്കെ നമ്മൾ തുടക്കത്തിൽ വളരെ താല്പര്യപൂർവ്വം ഉത്കണ്ഠയോടുകൂടി നമ്മൾ വായിച്ചുകൊണ്ടിരുന്നു. ആ വാർത്തകൾ നമ്മളെ വേദനിപ്പിച്ചു, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി, നമ്മുടെ സ്വസ്ഥ ജീവിതം ഇല്ലാതാക്കി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നു. ഈ യുദ്ധങ്ങളിലൊന്നും മനുഷ്യത്വമില്ലാത്ത തരത്തിലുള്ള വേട്ടയാടാണ് മനുഷ്യൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുണ്ടാക്കിയ ആയുധങ്ങൾ. അത്ര ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നെ നമ്മൾ ഗാസയെ ശ്രദ്ധിക്കാതെ, ഗാസയിലെ വാർത്തകൾ നമ്മൾ കേൾക്കാതായി, ഗാസ നമുക്ക് വാർത്തയെ അല്ലാതായി. നാം വീണ്ടും നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്കും വൈകുന്നേരത്തെ നമ്മുടെ ടെലിവിഷനിലെ കോമഡി കാഴ്ചകളിലേക്കും നമ്മളെ സ്വസ്ഥതയിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്താണ്, വിളിച്ചാൽ വിളിയെത്തുന്ന സ്ഥലത്താണ് മണിപ്പൂർ. അത്ര ദൂരമൊന്നുമില്ല. എന്നാൽ ആ മണിപ്പൂരിൽ കൂട്ടക്കൊലകൾ ആരംഭിച്ചു. ഒരു കൊല്ലത്തിലേറെ കഴിഞ്ഞിരിക്കുന്നു. ഒരു നാട്ടിലെ സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന, സുന്ദരമായൊരു നാട്ടിലെ സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന നല്ല മനുഷ്യർ തമ്മിലാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി ഒന്നൊഴിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നു. കണ്ണു തുറന്നിരിക്കുന്നവർക്ക് ഇത് നിശ്ചയമായും കെട്ടകാലമാണ്. കാത് തുറന്നിരിക്കുന്നവർക്ക്, മറ്റുള്ളവരുടെ നിലവിളികൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിശ്ചയമായും ഇത് അങ്ങേയറ്റം വേദനിക്കുന്നൊരു കാലമാണ്. കണ്ണും കാതും തുറന്നിരിക്കുന്നവരാണ് കവികൾ എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും തീപിടിച്ച ലോകത്തെ കുറിച്ച്, തീപിടിച്ച ഉടലിനെ കുറിച്ച്, തലയ്ക്ക് തീപിടിച്ചാണല്ലോ നമ്മൾ ഓടുന്നത് എന്ന് നമ്മെ കുറിച്ച് തന്നെ പറയുന്ന വിധത്തിൽ കവികൾ ജാഗ്രത ആവുന്നത്. അവരിങ്ങനെ കണ്ണും കാതും തുറന്ന് ജീവിക്കുന്നവരാണ്, കാലാധിപത്യമായി ജീവിക്കുന്നവരാണ്. ഈ കാലത്തിന് മാത്രമല്ല, ഇന്നലെയുടെയും കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെയും എല്ലാ വേദന നമ്മൾ കേൾക്കുന്നു, കവികൾ കേൾക്കുന്നു. അങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പല ജനതയുടെയും കേട്ടുകൊണ്ടിരിക്കുന്നു. അവനവന്റെ അന്നം കൊണ്ട് വിശപ്പ് അടങ്ങുകയില്ല എന്ന് വിചാരിക്കുന്നുള്ളതാണ് കവിയുടെ കാര്യം. കവിയുടെ എല്ലാ ദുഃഖങ്ങളും കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. കുട താഴ്ത്തുക, എതിരെ വരുന്നവൻ അവന്റെ വഴി പോയിട്ടെ, വേണ്ട കുശല ശല്യമെന്ന് പ്രിയകവി പ്രഭാവർമ്മ പാടിയിട്ടുണ്ട്. നമ്മുടെ താത്തി വെച്ചാൽ എന്തിനാണ് കുശലാന്വേഷണം? വെറുതെ
എന്തിനാണ് ഒരാളെ ഞാൻ നോക്കി ഒന്ന് ചിരിച്ചാൽ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്ത് മനുഷ്യബന്ധങ്ങളെ കവികൾക്ക് എന്നും വലിയ വിഷയമായിട്ടുള്ള ഒന്നാണ് മനുഷ്യബന്ധം. മാഷ് എങ്ങനെയാണ് മനുഷ്യബന്ധങ്ങളെ നോക്കിക്കാണുന്നത് ഇന്നത്തെ? അത് ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ നാട്ടുമ്പുറങ്ങളിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്നവർക്ക് നാട്ടിൻപുറ ജീവിതത്തിന് നല്ല ഓർമ്മയുണ്ട്. ഒരു നാട് മുഴുവൻ ഒരു കുടുംബമായി ജീവിച്ചതുപോലെ എന്ന് സാമാന്യമായി പറയാം. ഒട്ടേറെ വീടുകൾ നമ്മുടെ സ്വന്തം വീടുകളാണ്. ആ കാലത്തും ജാതീയത ഉണ്ടായിട്ടുണ്ട്, വേർതിരിവ് ഉണ്ടായിട്ടുണ്ട്, കുഴി കുത്തി ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള തിന്മകളൊക്കെ ഉണ്ട്. തിന്മയില്ലാത്തൊരു കാലമായിരുന്നില്ല കടന്നുപോയത്. എന്നാലും മറ്റുള്ള മനുഷ്യരിലേക്ക് കൈനീട്ടുകയും അവരെ കാണുകയും കേൾക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ഈ വീട്ടിലെ ഭക്ഷണം അടുത്ത വീട്ടിൽ കൊടുക്കുകയും ഈ വീട്ടിൽ ഭക്ഷണം വയ്ക്കാൻ തികയേണ്ടതെന്നാൽ അടുത്ത വീട്ടിൽ പോയി വാങ്ങുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാരസ്പര്യത്തിന്റെ ഒരു ജീവിതം ആണ് നമ്മുടെ നാട്ടിൻപുറങ്ങൾക്ക് ഉണ്ടായത്. അത് ഇല്ലാതായി തീർന്നതാണ് ഇപ്പോഴുള്ള സമയം. എല്ലാ വീടും ഒറ്റ വീടുകളായിത്തീരുന്നു. അയൽപക്കം ഇല്ലാതാവും. ആ ഒരർത്ഥത്തിൽ ഗ്രാമങ്ങൾ ഇല്ലാതാവും. ഈ വില്ല എന്നൊക്കെ പറയുന്ന പോലെ പരസ്പരം ബന്ധപ്പെടാത്ത അനേക വീടുകളുടെ സമുച്ചയമായി നമ്മുടെ ഗ്രാമങ്ങൾ മാറും. ഈ മാറ്റം വളരെ പെട്ടെന്ന് സംഭവിച്ചത് ഈ ആഗോളവൽക്കരണത്തിന്റെയും ടെലിവിഷൻ പോലെയുള്ള മാധ്യമങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും ഒക്കെ വരവോടുകൂടി ഒരു മനുഷ്യനും ഓരോ ലോകത്ത്, ഒരു വീട് മാത്രം ലോകത്താവില്ല, ഒരു വീട്ടിനുള്ളിലെ ഓരോ മനുഷ്യനും ഓരോ തുരുത്തിൽ ഓരോ ലോകത്ത് ആയിത്തീരുന്നതിൽ വേർതിരിക്കപ്പെടുന്ന, മനുഷ്യർ ചെതറിപ്പോകുന്നു, ബന്ധങ്ങൾ അറ്റുപോകുന്നൊരു വിചിത്ര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തൊട്ടു മുമ്പ് മറ്റൊരു കാലത്ത് ജീവിച്ച് ഈ കാലത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അമ്പരക്കുന്നത്, വേവലാതിപ്പെടുന്നത്, വേദനിക്കുന്നത്. ആ ഒരു മാറ്റം വന്നിട്ട് തീർച്ചയായിട്ടും മറ്റൊരാളെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടെലിവിഷൻ നോക്കണം, കമ്പ്യൂട്ടർ നോക്കണം, ടി വി നോക്കണം. അവനവൻ്റെതായ സുഖങ്ങളും നേരമ്പോക്കുകളും ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരാൾ വന്നാൽ, ഒരു അതിഥി വീട്ടിൽ വന്നാൽ, അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ പരിശീലിച്ചത്. ഒരു അതിഥി വീട്ടിൽ വന്നാൽ ഇയാൾ എപ്പോൾ പോവുക, നമുക്ക് മൊബൈൽ ഓൺ ചെയ്യണം, ടെലിവിഷൻ ഓൺ ചെയ്യണം, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ. ഇയാൾ എപ്പോൾ പോകും, നാളെ പോവാം എന്ന് ഏത് അതിഥിയോടും പറയുന്ന ശീലത്തിൽ നമ്മൾ മറന്നു പോകും. അപ്പൊ അങ്ങനെ അതിഥി ദേവനല്ലാതെ ആരും മറ്റാരും ദേവനല്ലാതായി അവനവൻ ദേവനാവുന്ന കാലത്താണ്. ഇതെല്ലാം വരുന്നത് ഒരു പ്രത്യേക സമൂഹത്തെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. ഒരുതരം ഹിംസയുടെ അന്തരീക്ഷം നാട്ടിൽ വരുന്നു, വർഗീയത വരുന്നു, ഫാസിസം വരുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് മനുഷ്യനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യത്വം നിറഞ്ഞ എല്ലാ ഗുണങ്ങളെയും ചോർത്തിക്കളയുന്ന വിധത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാലം അങ്ങനെ മാറിയിരിക്കുന്നു. ആ ഒരു അർത്ഥത്തിൽ ഒരു ആസുരമായ കാലം എന്നാണ് തൊട്ടടുത്ത കാലത്തിൽ നിന്ന് ഈ കാലത്ത് എത്തി നോക്കുന്നത്. വേരുകൾ കൊണ്ട് പരസ്പരം, മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുവെന്ന് പേടിച്ച് നാം അകറ്റി നിർത്ത മരങ്ങളെന്ന് വീരാൻകുട്ടി മാഷ് പറഞ്ഞു. മാഷ് പറഞ്ഞത് നമ്മുടെ കാലത്തും മനുഷ്യ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത പോക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ പുതിയ തലമുറ അതിനെത്രത്തോളം പ്രതീക്ഷയോടെയാണ്, പുതിയ തലമുറയെ കുറിച്ചും എല്ലാവരും ഈ മൊബൈലിൽ കുഞ്ഞു നടക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോഴും, കഴിഞ്ഞ പ്രളയത്തിലാണെങ്കിലും കോവിഡിന്റെ കാലത്താണെങ്കിലും വളരെ കമ്മിറ്റഡായി അവര് ഇറങ്ങി പുറപ്പെട്ടെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ പുതിയ തലമുറയെ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുതിയ തലമുറ ഒരു കാര്യം, ഈ തലമുറകളുടെ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിരുന്ന ഉപയോഗിച്ചിരുന്ന വാക്കാണ് തലമുറകൾ തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ്. ലിറ്ററേച്ചറായിരുന്നു ആ കാലത്ത് ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇപ്പോൾ അന്നത്തെ ചെറുപ്പക്കാരാണ്, അന്ന് തലമുറകളുടെ വിടവ് അത് കണ്ടതും അനുഭവിച്ചും ഉണ്ടാക്കിയവരുമാണ്. അന്നത്തെ ധിക്കാരികളും അന്നത്തെ നിഷേധികളും അന്നത്തെ പിഴച്ചവരുമാണ് നമ്മൾ. ഇന്ന് നമ്മളാണ് മുതിർന്ന തലമുറ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അന്ന് നമ്മുടെ കാരണവന്മാര് നമ്മളെ കുറിച്ച് പറയുന്ന അതേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഒരു കായികതയോ ഇല്ല, ലോകത്തെ കുറിച്ച് അറിയില്ല, ജീവിതം എന്താണെന്ന് അറിയില്ല,
നമ്മളെ കുറിച്ച് പറഞ്ഞ അതേ വാക്കുകൾ അതിനേക്കാളും പരുഷമായി, അതിനേക്കാൾ പ്രതീക്ഷയറ്റ വിധത്തിൽ പറയുന്നവരായിട്ട് നമ്മൾ മാറിയെന്നുള്ളതാണ്. എന്നാൽ യൂത്തും അത്ര യൂത്തല്ല. ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രളയത്തിൽ ഉണ്ടാവുന്ന മുങ്ങിപ്പോകുന്ന രാത്രിയിൽ എന്താ സംഭവിക്കുന്നത്? എവിടെ നിന്നൊക്കെയോ ഇറങ്ങി വെച്ചു. ഒരു സ്ഥലത്തല്ല, എല്ലാ നാട്ടിലും എല്ലായിടത്തും ഇറങ്ങി വരികയാണ്. അപ്പൊ അത് ഈ പുതിയ നവമാധ്യമങ്ങളുടെ വലിയ പ്രത്യേകതയാണ്. പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ എല്ലായിടത്തും വരും. ഇതാ വെള്ളം പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പ്രളയം ഉണ്ടാകുന്നു, ഈ വിവരം എല്ലാവരും അറിയുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് അവര് പുറത്തിറങ്ങുന്നത്. അങ്ങനെ ഉണ്ട്. കോവിഡ് കാലത്ത് ഒക്കെ ആ രക്ഷാപ്രവർത്തനങ്ങളിൽ മുഴുവൻ വലിയ തോതിൽ പങ്കെടുത്തത് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരിൽപ്പെട്ടവരാണ് എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്കും ഭക്ഷണം എത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടന യുവാക്കളുടെയാണ്. ആ അത്തരം കാര്യങ്ങളിൽ അതുപോലെ വയനാട് 20 കോടി രൂപയാണ് ശേഖരിച്ച് വീട് വെക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ചിട്ട്. ഇതൊക്കെ ചെയ്തത് പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയുടെ ഈ ലക്ഷ്യബോധത്തെയും നന്മയെയും കാണാതെ ഇതൊന്നും ശരിയല്ല, മൊബൈലിൽ നോക്കിയിരിക്കുന്നവരാണ്. ഒരു കാര്യമുള്ളത്, നമ്മൾ ജീവിച്ചത്, നമ്മൾ വളർന്നു വന്നു, നമ്മുടെ അച്ഛനും അമ്മയും ചൂണ്ടിയ വഴിയിലൂടെ അല്ല, അച്ഛനും അമ്മയും ജീവിച്ച ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ അച്ഛൻ സത്യത്തിട്ടേ ഇല്ല, ചുരുക്കമായിട്ട് സത്യം എന്നത് കല്യാണത്തിന് പോകാനാണ് അത് ചെയ്യാറുള്ളത്. ആ ജനറേഷൻ മുഴുവൻ മാറിയില്ല. അച്ഛൻ ജീവിച്ചത് പോലെയല്ല ഞാൻ ജീവിച്ചത്. നിശ്ചയമായും ഞാൻ ജീവിക്കുന്ന പോലെയല്ല എൻ്റെ മക്കൾ, അവർ ജീവിക്കുന്ന പോലെയല്ല. ഇതെല്ലാം നിരന്തരമായിക്കൊണ്ടിരിക്കും. ഈ നിരന്തരമായ മാറ്റത്തെ കണ്ട് ശപിക്കല്ല വേണം, അവരെ ശപിക്കല്ല വേണം. അവരിൽ എന്താണ് നന്മ നോക്കുക, അവർക്ക് എന്താണ് സഹായം ചെയ്യുന്നത് നോക്കുക. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ തലമുടിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഗോപുരം പോലെ ആണ്. ഇത് പുതിയ പഴയ തലമുറയിൽ പെട്ട ആൾക്കാർക്കുള്ള ശൈലിയില്ല. ഒരു പോലീസുകാർ ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ തല്ലിക്കൊല്ലാൻ കാരണം അറിയാതെ മുടിയും. എൻ്റെ നാട്ടിൽ ഏങ്ങണ്ടി വരും. പോലീസുകാരെ പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ തല്ലാൻ കാരണം തല്ലിക്കൊന്നു, അയാൾ കൊല്ലപ്പെട്ടു. തല്ലിക്കൊന്നില്ല, തല്ലിയിട്ട് അയാൾ മാറാൻ പോലും കിട്ടിയെന്ന് ആത്മഹത്യ. ഒറ്റ കാരണമുള്ളൂ, ഇയാളെ മുടി കണ്ടപ്പോൾ അവർക്ക് ദേഷ്യമാണ്, പെട്ടെന്ന് കലി വരും. ഇത് നമ്മുടെ ഈസ്തറ്റിക് സെൻസിന്റെ പ്രശ്നങ്ങൾ. നമ്മുടെ കാരണന്മാർ മുടി കൊണ്ടു നടന്ന പോലെയല്ലോ നമ്മൾ വെക്കുന്നത്. പലതരത്തിൽ മുടിയുള്ള ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ നാട്ടിൽ തന്നെ മുടി നീട്ടി വളർത്തിയുള്ള ആളുകൾ ആചാരപ്രകാരം ഈ അമ്പലത്തിൽ വെളിച്ചപ്പാടന്മാരായിരുന്നവർ തലമുടി നീട്ടി വളർത്തുന്നു. അവരുടെ മക്കൾ ഇതാവാൻ പോകുന്നവരും ഇങ്ങനെ നീട്ടി വളർത്തുന്നു. പല തരത്തിലാണ് നമ്മൾ ജീവിച്ചത്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്ന് ചെയ്തത് വേറെ തരത്തിൽ നമ്മുടെ പുതിയ തലമുറ ചെയ്തത്. പുതിയ തലമുറ കെട്ടുപോയ തലമുറയല്ല. എന്നാൽ പുതിയ തലമുറയെ കുറിച്ച് ആപൽസൂചകമായ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്ന് വലിയ തോതിൽ അവർക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. പ്രത്യേകിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സ്കൂൾ അധികൃതരൊക്കെ പറയുന്നു. ചെറിയ കുട്ടികളെ പോലും ഇത് പിടികൂടുന്നുണ്ട്. അത് ആ കുട്ടികളുടെ കുഴപ്പമാണോ, അത് ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുന്ന മുതിർന്നവരുടെ, പണം ഉണ്ടാക്കുന്ന മുതിർന്നവരുടെ കുഴപ്പമാണോ, ആരെ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ പലതും എല്ലാം ശരിയാണെന്നല്ല, എല്ലാവരും എല്ലാം ശരിയാണെന്നല്ല. പക്ഷെ അത്ര തന്നെ കുറ്റവാളികൾ കുട്ടികൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര തന്നെ കുറ്റവാളികൾ നമ്മുടെ ജനറേഷൻപ്പെട്ടവരുമുണ്ട്. ഇന്ന് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കിയാൽ കുട്ടികൾ അല്ലല്ലോ, മുതിർന്നവരാണ്. ജയിലിൽ കിടന്ന യൂണിഫോമിലൊക്കെ ഉള്ള കുട്ടികൾ കൂടി ഞാൻ ധാരാളം ഇടപെട്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ അവരങ്ങനെ ആയിത്തീർന്നതിൻ്റെ പുറകിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ അവരെ പറയുന്നത് കേട്ട് നമ്മൾ ഞെട്ടിക്കും. ആ കുട്ടികളെ മുഴുവൻ പഴപ്പിച്ചത്, നശിപ്പിച്ചത്, വഴിതെറ്റിച്ചത്, അവരുടെ കണ്ണുകളിലെ സ്വപ്നങ്ങൾ മാറ്റത് മുതിർന്നവരാണ്. അപ്പൊ അങ്ങനെയുണ്ട്. കുട്ടികൾ കുറ്റവാളികൾ എന്നുള്ളതല്ല, എങ്ങനെ കുറ്റവാളികളാക്കപ്പെട്ടു, എങ്ങനെ കുറ്റകൃത്യങ്ങളിലേക്ക് അവര് ആട്ടി ഓടിക്കും എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പുതിയവർ അത്ര മോശക്കാരല്ല, വലിയ പ്രതിഭയുള്ളവരും
ശാസ്ത്ര ചിന്ത ഉള്ളവരുമാണ്. ടെക്നോളജിയൊക്കെ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത് അനായാസമാണ്. ശാസ്ത്ര മേളകൾ നടക്കുന്നുണ്ട് സ്കൂളിൽ. എന്തൊരു വിസ്മയകരമായ പ്രൊജക്റ്റുകളാണ് കുട്ടികൾ കൊണ്ടുവരുന്നത്. അത്ഭുതകരമായ പ്രതിഭ നമ്മുടെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ അവരിൽ നല്ലത് കാണുക, അവരെ ആശീർവദിക്കുക, അവരെ നേർവഴിക്ക് നയിക്കാൻ മാതൃകയാകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം നേർവഴിയിലൂടെ ആയിത്തീരുകയാണ്. നമ്മുടെ ജീവിതത്തെയാണ്, നമ്മുടെ മനസ്സ് അതേറെ ജീവിതത്തെയാണ്. കുട്ടികൾ നന്നാവണം എന്ന് വാശി പിടിക്കുന്നതിൽ ഒരർത്ഥമില്ല. വീണ്ടും പ്രതീക്ഷ പോൽ ജീവിതം വർണ്ണാഭമാക്കുന്ന വർണ്ണമുണ്ടോ എന്ന് മുരുകൻ കട പാടുന്നുണ്ട്. നമ്മളൊരു വർഷത്തിന്റെ ഇനി കരയിൽ നിൽക്കുക, ഒരു വർഷം കൂടെ വിട പറഞ്ഞ് അകലുകയാണ്. പക്ഷെ അസ്തമനങ്ങൾ ഒരു ഉദയത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ പുതിയ വർഷത്തെ കുറിച്ച് നെയ്തലിന്റെ ശ്രോതാക്കളോടും മാഷിന് പങ്കുവയ്ക്കാനുള്ള പ്രതീക്ഷ. മാഷ് പറയുമ്പോഴും മാഷ് എല്ലാം പറഞ്ഞപ്പോഴും കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും യുവാക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ആ പ്രതീക്ഷയുടെ ഭാഗം കൂടെ ജ്വലിപ്പിച്ചു നിർത്തിയാണ് നിൽക്കുന്ന കുറവുകളെ കുറിച്ച് പറഞ്ഞത്. നമുക്ക് പ്രതീക്ഷ നിർഭരരാകാതിരിക്കാൻ കഴിയില്ല. പുതിയ കാലത്ത് വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളുടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് യാതൊരു ആശങ്കയില്ല. വെടിവെച്ചുകളുടെ നടുവിലാണ് നമ്മുടെ ലോകം ജീവിക്കുന്നത്. കൂട്ടപ്രതിയുടെ നടുവിൽ ആണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം അതാണ്. ഇതൊക്കെ ആവുമ്പോഴും മനുഷ്യരുടെ ഒരു വലിയ പ്രത്യേകത, എല്ലായ്പ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടാവും. ഓരോ രാത്രി വരുമ്പോഴും ഈ രാത്രി കഴിഞ്ഞ് മറ്റൊരു പുലരി വരും. ഓരോ തവണ തോറ്റ് വീഴുമ്പോഴും നിവർന്ന് നിൽക്കാൻ നമുക്കൊരു വിജയം വരും എന്ന പ്രതീക്ഷ എല്ലായ്പ്പോഴും മനുഷ്യൻ സ്വയമേവ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ പ്രദേശങ്ങളുടെയും ഒരു പ്രത്യേകത, ഒരു കൊല്ലത്തിന്റെ മുറിവുകളും വേദനയോട് ചുമന്നാണ് നമ്മൾ ഡിസംബറിലേക്ക് വരും. പക്ഷേ ഡിസംബറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പുതിയ പുലരിയാണ്, പുതിയ വർഷമാണ് വരുന്നത്. അത് പ്രതീക്ഷകളെയാണ്. നിശ്ചയമായി അത്തരത്തിലുള്ള പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾ ഉണ്ടല്ലോ. എന്തെല്ലാം കെടുതിയുണ്ടെങ്കിലും ആ കെടുതിയെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല കാഴ്ചകളും നല്ല വാർത്തകളും ലോകത്തുനിന്ന് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഈ എന്താ പറയുന്നത് കഴുകൻ രാഷ്ട്രങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ യുദ്ധ പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് കാണുന്നുണ്ട്. അവയെല്ലാം അവസാനിക്കുകയല്ല, ഒരിക്കലും എല്ലാം അവസാനിക്കില്ല. നിശ്ചയമായും നമ്മൾ നല്ല വെളിച്ചത്തിലേക്കാണ്. ഇരുട്ട് മാഞ്ഞ് പുതിയ പ്രഭാതം ഉണ്ടാവും. ഈ സങ്കടങ്ങൾ തീരും. മനുഷ്യർ പരസ്പരം സഹോദരങ്ങൾ ആയി നിൽക്കുന്നൊരു കാലം. എല്ലാവരും പറയുന്നത് പോലെ മനുഷ്യൻ്റെ വാക്കുകൾ, അങ്ങയുടെ വാക്കുകൾ സംഗീതമാണുള്ളത്. നമുക്ക് ഇന്നത് കേൾക്കാൻ കഴിയുന്ന കാലം വരും. കാലം വരാതിരിക്കുക. കാരണം എല്ലായ്പ്പോഴും നല്ലതിലേക്കാണ് യാത്ര, കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ യാത്ര വരുന്നത്. നിശ്ചയമായിട്ടും നല്ലൊരു കാലം വരും, നല്ല ദിവസങ്ങൾ വരും. ഇന്നത്തെ വേദനകളുമായി കടങ്ങളൊക്കെ വരും, രോഗങ്ങൾ മാറും. നമ്മളൊക്കെ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങും, പരസ്പരം കെട്ടിപ്പിടിക്കും, മനുഷ്യൻ കെട്ടിപ്പിടിക്കും. നമ്മുടെ പെൺകുട്ടികൾ പാതിരയ്ക്കും തെരുവിലൂടെ നടക്കും, അവരെ കടപ്പുറത്ത് പാതിരയ്ക്ക് കിടന്നുറങ്ങും. അങ്ങനെ എല്ലാവർക്കും സമത്വം വരുന്നത് ഒരു യുഗം പിറക്കാതെ ചെയ്യില്ല. അവിടേക്കുള്ള യാത്രയാണ്. അങ്ങേ അറ്റത്ത് വിളിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ കല്ലുണ്ട്, മുള്ളുണ്ട്, പലതുമുണ്ട്. നമുക്ക് നടക്കാം. ഈ മുള്ളുകളൊക്കെ നമുക്ക് ദൃഢനിശ്ചയം കൊണ്ട് അതിനെ പൂക്കളാക്കി മാറ്റാൻ പറ്റും. ഒരു സംശയം. എല്ലാ വാക്കുകളും സംഗീതമായി ആസ്വദിക്കുന്ന ഒരു കാലം ആണ് മാഷ്. ആ പ്രതീക്ഷയാണ് മാഷ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ എത്തുന്ന കാലത്ത് മാഷ് നമുക്ക് മുന്നിൽ റേഡിയോ നെറ്റിന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത് അദ്ദേഹം കവി കാലത്തെയും ചരിത്രത്തെയും അതിന്റെ ആഴത്തിലും പരപ്പിലും ഒക്കെ കാണുന്നവരാണ്. ആ കാഴ്ചകളാണ് മാഷിന്റെ വാക്കുകളിലൂടെ നമ്മൾ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു മാഷിന്റെ ഒരു കവിത ഏതാനും വരികൾ കൂടെ കേട്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു കവിതയാവാം. ഞാന് ഈ കവിത വാർദ്ധക്യത്തിൽ പ്രണയം ഉണ്ടാവും എന്നുള്ളൊരു അന്വേഷണമാണ് നടത്തുന്നത്. ഒരു 80 വയസ്സായ ഭർത്താവും അതിനോട് ചേർന്ന പ്രായമുള്ള ഒരു ഭാര്യയും ചേർന്ന് അവരുടെ ഉള്ളിൽ എന്താണ് പ്രണയം ഉണ്ടാവുക,
പ്രേം ഉണ്ടാവുമോ എന്നൊരു അന്വേഷണത്തിൻ്റെ ഒരു ഫലമായി ഉണ്ടായൊരു പഴയ കവിത ഞാനൊന്ന് വായിക്കാം. ഭാര്യ ഭർത്താവും തമ്മിലൊരു സംഭാഷണമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം. ഭാര്യ ചോദിക്കുന്നു, ഭർത്താവ് അതിന് മറുപടി പറയുന്നു. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം. പഴംപുതുമ എന്നാണ് ഈ കവിതയുടെ പേര്. ഏതു പൂവാണേറ്റം പ്രിയങ്കരം, കാതിൽ ചോദിപ്പൂ പ്രിയതമ, അത് നീ തന്നെ എത്ര കണ്ടിട്ടും പുതുതായിരിപ്പു നീ നിത്യവും. ഏതു പൂവാണേറ്റം പ്രിയങ്കരം, കാതിൽ ചോദിപ്പൂ പ്രിയതമ, അതു നീ തന്നെ എത്ര കണ്ടിട്ടും പുതുതായിരിപ്പു നീ നിത്യവും. ഏതു പൂവിനുമില്ലാത്ത പെൺമണം നിന്നിൽ നിന്നും പ്രസരിപ്പതില്ലയോ, ഏതു പൂവും കൊതിക്കുന്ന പൂവത്തം നിൻ മനസ്സിനും മേനിക്കുമുണ്ടല്ലോ. കാണു ഞാൻ എന്നുമെന്നുമെന്നാലും ആദ്യമായി കാണുന്നു പോലെ, അകലെയാണെന്നാലും അരികിലുണ്ട്, പുറമെയാണെന്നാലും ഉള്ളിലുണ്ട്. രണ്ടായിരിക്കുമ്പോഴും നമ്മൾ ഒന്നായിരിക്കാൻ പിറന്നവരല്ലി നാം. പൂക്കളെല്ലാം പഴയ പോൽ തന്നെ, പുതുമയെന്നാലും മായുന്നതില്ലല്ലോ. നമ്മൾ ഇന്നും പഴയ പോൽ തന്നെ, പുതുമ പറ്റാത്തൊരിണകളാണല്ലോ. പഴയതെല്ലാതും പഴയതെന്നില്ല, പുതുതായി കാണുന്നത് പുതുതാണെന്നില്ല. പഴയവർ നമ്മൾ പുതിയവർ തന്നെ, പഴമയിൽ കാലം പുതുമ നാട്ടും. പഴയതെല്ലാതും പഴയതെന്നില്ല, പുതുതായി കാണുന്നത് പുതുതാണെന്നില്ല. പഴയവർ നമ്മൾ പുതിയവർ തന്നെ, പഴമയിൽ കാലം പുതുമ നാട്ടും. വിഭവസമൃദ്ധമായ സദ്യയുടെ ഒടുവിൽ ഒരു അപ്പലപ്പഴ പാൽപ്പായസം കഴിച്ച സുഖമാണ്. അതായത് വലിയ സന്തോഷം നമ്മുടെ നെയ്തലിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഭീകരനായ മാഷിന്റെ ഇത്രയും സമയം ചെലവഴിക്കാൻ സന്നദ്ധമായതിൽ വലിയ നന്ദി നെയ്തലിന്റെ പേരിൽ അറിയിക്കാം. എന്തായാലും നെയ്തലിന്റെ നാട്ടിലെത്താനും ഇവിടുത്തെ പ്രേക്ഷകരെ കാണാനും ഒരു അവസരം ഉണ്ടായി. ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. എല്ലാവർക്കും പുതിയ പ്രതീക്ഷകളുടെ പുതിയ സ്വപ്നങ്ങളുടെ നവവത്സരാശംസ.